ഒരിക്കലും തന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ പറഞ്ഞ് എന്നെ എന്തിനെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്താടോ അനന്യ താൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? തനിക്ക് എന്താ എന്നെ സ്നേഹിക്കാൻ പറ്റാത്തത്? എന്താ എനിക്ക് എന്ത് കുറവാ ഉള്ളത്? എന്താ എന്നെ കാണാൻ കൊള്ളില്ലേ? അതോ ഇനിയും എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതോ അല്ലെങ്കിൽ തന്നോട് ഞാൻ എപ്പോഴെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അതെ അനന്യ, താൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. തന്നെ ഞാൻ സ്നേഹിക്കുന്നു പറയുന്നത് ഒരു ശല്യമായിട്ട് തോന്നുകയാണോ? തന്നെ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? വെറുതെ ശല്യപ്പെടുത്താനല്ല. തനിക്ക് എപ്പോഴെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്വന്താക്കാനാകുമെന്നുള്ള തോന്നല്ല. പ്ലീസ് അനന്യ, ഒരു തവണ താൻ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ തനിക്ക് മനസ്സിലാവും എന്റെ സ്നേഹം എത്രമാത്രം ആഴമേറിയതാണെന്ന്. ദേ നോക്ക്, തന്നെ സ്നേഹിക്കുന്നതിലും ഇനി എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് പറയും. തന്റെ എല്ലാ കണ്ടീഷൻസും എനിക്ക് സമ്മതമാണ്. അത് മാത്രമല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ഇഷ്ടത്തിന് താൻ ജീവിക്കണമെന്നുമില്ല. തന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ജീവിക്കാം. ഞാൻ ഒരിക്കലും ഒരു തടസ്സവും പറയില്ല. എന്നാൽ താൻ ഒരു കാരണവശാലും എന്നെ ഇഷ്ടമല്ലാന്നും എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തന്നെ കല്യാണം കഴിക്കാനാവില്ല. താൻ മോശക്കാരനായതുകൊണ്ടല്ല തന്നോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് തന്നെ മാത്രമല്ല മറ്റൊരാളെയും എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ഞാൻ തന്നോട് കൈകൂപ്പി യാചിക്കുകയാണ്. എന്നെ ഒന്ന് മനസ്സിലാക്കൂ. ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാനില്ല. അല്ല, ഈ അനന്യ എന്നെ മാത്രമല്ല ആരെയും കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഓഹോ, ഈ പഴയ സിനിമയിലെ പോലെ ഹീറോയിന് ഒരിക്കലും സുഖപ്പെടുത്താനാവാത്ത മാറാരോഗം ഉണ്ടാവുകയും ത്യാഗദേവതയെ പോലെ എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് താൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കാൻ പറയുമല്ലോ. ഇതും അതുപോലെയാണെന്നാ തോന്നുന്നത്. കറക്റ്റ്, ഇത് അത് തന്നെയാ. അതെ അനന്യ, താൻ എന്തുകൊണ്ട് തന്നെ സ്നേഹിക്കേണ്ടെന്നും കല്യാണം കഴിക്കേണ്ടെന്നും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്റെ മനസ്സ് മുഴുവനും താനാടോ. ഈ ജന്മത്തിൽ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് താനുമായിട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാടോ വേറൊരാളെ കല്യാണം കഴിക്കുന്നത്? ദേ നോക്കി, ഞാൻ എന്റെ ഹൃദയം തൊട്ട് പറയാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയേ, ഞാനെല്ലാം ശരിയാക്കാം. തന്റെ പ്രശ്നം മുഴുവൻ ഞാൻ സോൾവ് ചെയ്യാം. തന്റെ ലക്ഷ്യത്തിലും സന്തോഷത്തിലും വേദനയിലും എല്ലാം തീർച്ചയായിട്ടും ഞാനും കൂടെ ഉണ്ടാവും. എന്നാ എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്നും കല്യാണം കഴിക്കാനാവില്ലെന്നും മാത്രം പറയരുത് പ്ലീസ്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി. എന്താ? തനിക്കെന്തെങ്കിലും മാറാ രോഗം വല്ലതും ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേറൊന്നും അല്ല, ഞാൻ തന്റെ പുറകെ നടന്നിട്ടും താനൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചേ. എനിക്ക് തന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. താൻ കാണാൻ സുന്ദരിയായതുകൊണ്ടോ തന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ തന്നെ പ്രണയിക്കുന്നത്. നോക്ക്, ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഒരിക്കലും പറയാൻ സാധിക്കില്ല. താൻ ഇഷ്ടപ്പെടുന്ന ഒരാളോട് എന്തിനാ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു നോക്ക്. അതിനൊരിക്കലും ഉത്തരം ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവില്ല അനന്യ. ഞാൻ വീണ്ടും വീണ്ടും തന്നോട് പറയാ, താൻ ഇനി 1000 തവണ എന്നെ റിജക്ട് ചെയ്താലും തനിക്ക് വേണ്ടി എന്റെ ഹൃദയം എന്നും എപ്പോഴും തുടിച്ചുകൊണ്ടേയിരിക്കും.
നോട്ടി തന്നെ. അപ്പൊ വേണോന്ന് വെച്ചെന്നെ വട്ടം കറക്കുന്നതാണല്ലേ? ഇപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ശരിക്കും എന്നെ കാണാൻ അത്ര ഭംഗിയുണ്ടോ? നീ സുന്ദരി തന്നെയാ. നീ സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞത്? മുത്തശ്ശി, മുത്തശ്ശി എപ്പോഴാ വന്നത്? നീ സുന്ദരിയാണോന്ന് ചോദിച്ചോണ്ടിരുന്നില്ലേ, അപ്പോഴേ വന്നു. എന്താ അർജുനെ കുറിച്ച് സ്വപ്നം കാണുവാണോ? മുത്തശ്ശി, ഇതൊക്കെ എനിക്ക് എങ്ങനെയുണ്ട്? സുന്ദരിയാ നീ, കല്യാണ പെണ്ണിനെ പോലിരിക്കുന്നു. അല്ല, ഇതെന്താ കല്യാണത്തിന് മുമ്പേ താലിയുണ്ടോ? എന്തൊക്കെയായി കാണിക്കുന്നത്? മുത്തശ്ശി, അർജുനെ കല്യാണം കഴിച്ച ശേഷം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട് ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് താലി ഇട്ട് നോക്കിയതാ. എന്റെ ദൈവമേ, നിന്റെ ഈ പ്രവൃത്തികൾ കാണുമ്പോ അർജുനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒറ്റക്കാലിൽ നിൽക്കുന്ന പോലുണ്ട്. അതെ മുത്തശ്ശി, അതിനു വേണ്ടിട്ടല്ലേ ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വന്നത്. അർജുനോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇന്ന് നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരട്ടെ. അവനോട് ഈ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ തീരുമാനം എടുക്കാം. താങ്ക് യു മുത്തശ്ശി. മുത്തശ്ശി, ഒരുപക്ഷെ അർജുൻ ഇപ്പൊ കല്യാണം വേണ്ട, മയൂരി എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോഴും മുത്തശ്ശി എന്നെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യൂ? ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അല്ല, അർജുൻ ഇതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ എവിടെന്നെങ്കിലും കിട്ടുവോ? അവൻ വരട്ടെ, ചെവിയിൽ പിടിച്ച് മയൂരിയുമായിട്ടാണ് കല്യാണം, നീ അവളെ തന്നെ കെട്ടണമെന്നും പറഞ്ഞ് സമ്മതിപ്പിക്കാം. എന്നായാലും നീയാ അർജുന്റെ ഭാര്യ, ഈ വീടിന്റെ മരുമകൾ. മനസ്സിലായോ? ഓ, സോ സ്വീറ്റ് ഓഫ് യു മുത്തശ്ശി. എടോ അനന്യ, എന്താന്നറിയില്ല, ഞാനിന്ന് കുറച്ചധികം ഇമോഷണൽ ആയിപ്പോയി. എന്തു പറയാനാ, എല്ലാ കാമുകന്മാരെ പോലെയും തന്നെ എനിക്ക് ചക്കരെ, മുത്തേ, പൊന്നെ, ഭാര്യയെ എന്നൊക്കെ വിളിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അനന്യ. എന്നാ തനിക്കതൊന്നും ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ തന്നെ ഒരിക്കലും അങ്ങനെയൊന്നും വിളിക്കാൻ ശ്രമിക്കാത്തത്. എന്റെ മിസ്മായക്കാരി, താൻ ഇങ്ങനെ പിടിവാശി കാണിക്കല്ലേ. തന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, മഹാദേവനോട് ചോദിക്കാൻ പോവാ, തന്റെ ഹൃദയം ഇരിക്കേണ്ട സ്ഥാനത്ത് ഹൃദയം തന്നെയാണോ അതോ പകരം കല്ലാണോ വച്ചിരിക്കുന്നതെന്ന്. ആ കല്ലിന് പകരം കുറച്ച് പൂക്കൾ വെക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് മഹാദേവനോട് ഞാൻ പറഞ്ഞേക്കാം. അതൊക്കെ പോട്ടെ, തന്റെ മൂഡിപ്പോ ശരിയല്ലാന്ന് തോന്നുന്നു. ഇത്ര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാമുകൻ ഞാൻ ഒരാളെ ഉണ്ടാവും. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും തനിക്ക് ഒന്നും തോന്നുന്നില്ലേ? ഈ ടോപ്പിക്ക് നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം തന്റെ ഫോൺ നമ്പർ തരുമോ? എനിക്ക് തന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ തന്നെ വിളിച്ച് സംസാരിക്കാമല്ലോ. ഫോണിൽ സംസാരിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? പകല് മുഴുവൻ താൻ ഈ വീട്ടിൽ തന്നെ കാണും. ഈ പകൽ ഇങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ട് ഫോണിൽ കൂടെ ശല്യം തുടരാനുള്ള പരിപാടിയാ. വെരി ഗുഡ്, എന്നെ താൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. താൻ പറയുന്നൊക്കെ ശരിയാ, ബട്ട് എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ തന്റെ ശബ്ദം ഒന്ന് കേൾക്കുകയാണെങ്കിൽ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും. എന്റെ സങ്കടമൊക്കെ മായായി പോവുകയും ചെയ്യും. എന്താണെന്നറിയോ, താനാ എനിക്കെല്ലാം. തന്റെ ഓർമ്മകളില്ലെങ്കിൽ ഞാനൊരു ബിഗ് സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്റെ ഫോൺ നമ്പർ ഒന്ന് തരാവോ? എന്റെ കയ്യിൽ ഫോണില്ല. വാട്ട്? തനിക്ക് ഫോണില്ലാന്നോ? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഫോണില്ലെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ? പെൺപിള്ളേർക്ക് ചുണ്ടിലിടാൻ ലിപ്സ്റ്റിക് ഇല്ലാന്നുണ്ടെങ്കിലും കയ്യിലൊരു സെൽഫോണും ചെവിയിലൊരു ഇയർഫോണും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോ തനിക്ക് ഫോണില്ലെന്നൊക്കെ പറഞ്ഞാ ഇന്നത്തെ കാലത്ത് കൂലി വേല ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ പോലും ഉണ്ടാവും സ്മാർട്ട് ഫോൺ. അങ്ങനെയുള്ളപ്പോ തനിക്ക് എന്നെ കളിയാക്കാല്ലേ? എടോ മിസ്റ്റർ അർജുൻ, തന്റെ ഇഷ്ടത്തിന് ഓരോന്നിങ്ങനെ സംസാരിക്കരുത്. എനിക്ക് ഫോണിന്റെ ഒരാവശ്യമില്ല. ഫോണില്ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാ. എന്നെ ഇങ്ങനെ ഇനി ശല്യം ചെയ്യരുത്. അല്ല, അനന്യ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഇവളോട് എന്ത് ചോദിക്കുകയാണെങ്കിലും ഇല്ല, പറ്റില്ല എന്നൊക്കെയാ പറയാറ്. ഇവൾക്കിനി ശരിക്കും ഫോൺ ഉണ്ടാവില്ലേ?
അതോ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും? എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സത്യം അറിഞ്ഞിരിക്കും. അന്നേരം ഫോൺ നമ്പർ വാങ്ങിച്ചോളാം. ശരി, തന്റെ ഫോൺ നമ്പർ ചോദിച്ച് ഞാൻ ശല്യപ്പെടുത്താൻ വരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു സെൽഫി എടുക്കാനെങ്കിലും സമ്മതിച്ചൂടെ? ചെറിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്റെ ശക്തി കുറഞ്ഞു പോകുന്ന. ഞാൻ അതിനെ അനുവദിക്കില്ല. താങ്ക്സ് അനന്യ, ഇങ്ങനെ പോസ് ചെയ്തേന്. അല്ല, ഫോട്ടോ എന്താ ഇങ്ങനെ കാണുന്നേ? ക്ലിയർ ആവുന്നില്ലല്ലോ. ബ്ലീച്ച് ആയ പോലുണ്ട്. എന്താ സംഭവിച്ചേ? ബാക്കിലും ലൈറ്റ് ഇല്ല, ഫ്രണ്ടിലും ലൈറ്റ് ഇല്ല. ക്യാമറയും കറക്റ്റാണ്. പിന്നെ എന്തു പറ്റി? എന്റെ മഹാദേവ, എന്റെ ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അനന്യയുടെ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം ഇത് എങ്ങനെ സംഭവിച്ചത്? ഈ മിസ്മായക്കാരുടെ ഫോട്ടോ എടുക്കുന്ന സമയത്തല്ല ഇങ്ങനെയാ. എന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ക്ലിയർ ആവണ്ടെന്ന് കരുതി ഈ മിസ്മായക്കാർ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തായിരിക്കുമോ? ഇതിനിടയിൽ എവിടെയാ മായായി പോയത്? എവിടെയും കാണുന്നില്ലല്ലോ. ഈ മിസ്മായക്കാരിയാണെങ്കിൽ ഫോൺ നമ്പർ ചോദിച്ചിട്ട് തരുന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇന്ന് തന്നെ എനിക്ക് അവളുടെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തേ പറ്റൂ. എവിടെ പോയതാ അവള്? മഹാദേവ, എന്താ ഇത്? എന്റെ ശത്രുവിന്റെ കഴുത്തിലുള്ള രക്ഷ അവനെ സംരക്ഷിക്കുന്നു. അത് അവന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എനിക്ക് അവനെ ഒരു കാരണവശാലും കൊല്ലാൻ സാധിക്കില്ല. അവന്റെ കഴുത്തിൽ ആ രക്ഷ എന്തെങ്കിലും ചെയ്ത് ഊരി മാറ്റിക്കണം. അതിന് അങ്ങ് തന്നെ ഒരു വഴി കാണിച്ചു തരണം. ഒരു മാർഗം കണ്ടെത്തി ആ രക്ഷയെ മാറ്റി എനിക്ക് എന്റെ ശത്രുവിനെ കൊല്ലണം. അവരെ കൊല്ലുന്ന സമയത്ത് ഞാൻ മരിച്ചാലും സാരമില്ല. എന്തൊക്കെ വന്നാലും അവരെയെല്ലാം എനിക്ക് കൊന്നേ മതിയാകൂ. ഇന്നെന്റെ പക കൊണ്ട് ഒരു ശത്രുവിനെ എനിക്ക് കൊന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം. രണ്ടിലൊന്ന് ഇന്ന് നടന്നേ മതിയാകൂ. ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയാണ്. എന്നോട് കരുണ കാണിക്കൂ. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുക. ഇന്ന് തന്റെ കുറെ ഫോട്ടോസ് ഞാൻ എടുക്കും. താൻ എന്തായാലും എനിക്ക് പോസ്റ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് താൻ അറിയാതെ ഞാനിന്ന് ഫോട്ടോ എടുക്കും. സോറി അനന്യ, താൻ അറിയാതെ ഞാനൊരു ഫോട്ടോ എടുക്കുക. പ്ലീസ് എന്നോട് ക്ഷമിക്കണേ. താൻ അറിയാതെ ഫോട്ടോ എടുക്കണമെന്ന് കരുതിയതാ. പക്ഷെ താൻ കണ്ടുപിടിച്ചു കളഞ്ഞു. സാരമില്ല, 2-3 കിട്ടിയിട്ടുണ്ട്. ഒരു ഫോട്ടോയും ശരിയായി കിട്ടിയില്ല. ഒന്നിനും തന്റെ മുഖവും കിട്ടിയിട്ടില്ല. ഇപ്പോഴും തന്റെ മുഖം പതിഞ്ഞിട്ടില്ല. ഇതിലൊന്നും തന്റെ മുഖം തെളിയുന്നതേയില്ല. എന്നാലും സാരമില്ല, തന്റെ മുഖം പതിഞ്ഞില്ലെങ്കിലും ഇതിന്റെ പ്രിന്റ് എടുത്ത് ഞാൻ എന്റെ മുറിയിൽ വെക്കും.
താൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരെ ഈ ഫോട്ടോയാവും എനിക്കെല്ലാം. അതെ അനന്യ, പറയുന്നതന്നെ വീണ്ടും പറയണമെന്ന് തോന്നരുത്. ഒരു കാമുകനായിട്ട് തന്നോട് റിക്വസ്റ്റ് ചെയ്യുക, ഈവനിങ് എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരണം. തനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും, പ്ലീസ്. ഇതിലെന്റെ വീടിന്റെ അഡ്രസ് ഉണ്ട്. താൻ ഉറപ്പായും വരുന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. ബൈ. പ്ലീസ് വരണേ. ഹലോ രാജേഷ്, ഹായ്. സുഖമായിരിക്കുന്നോ? ഒന്നുമില്ല, ഇന്നെൻ്റെ അനിയൻ അർജുൻ്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട്, ഉറപ്പായിട്ടും വരണം. ആ, പ്രദീപിനോട് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് വന്നോളൂ, മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു, ബൈ. എന്താ അനിയന്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാണോ? അതെ, ഇപ്പൊ എന്താ? ഒന്നുമില്ല, നിങ്ങളുടെ അനിയന്റെയും മയൂരിയുടെയും കല്യാണം നടത്തണമെന്നാ അമ്മയും മുത്തശ്ശിയും തീരുമാനിച്ചിരിക്കുന്നേ. അത് വന്ന് നിങ്ങളോട് പറയാന്ന് കരുതിയിട്ട് വന്നതാ. അതെനിക്കറിയാവുന്ന കാര്യമല്ലേ, വീണ്ടും പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതൊരു പുതിയ കാര്യമല്ലെന്നറിയാം. എന്നാൽ ഇന്ന് അർജുന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് അർജുന്റെയും മയൂരിയുടെയും കല്യാണം അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, അത് പുതിയ കാര്യം അല്ലേ? അങ്ങനെ ആയിരിക്കും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അതല്ലെന്നേ, മയൂരിയെക്കാളും എന്തുകൊണ്ട് സുന്ദരിയല്ലേ എന്റെ അനിയത്തി സ്മിത. നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടല്ലോ. അവൾ എന്തായാലും അർജുന് പറ്റിയ ജോഡിയാ, എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് അവളുടെ കാര്യം അമ്മയോട് നിങ്ങളൊന്ന് സംസാരിക്കോ? നോക്ക് ചിത്ര, നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അനിയത്തി ഈ വീട്ടിലെ മരുമകളായി അർജുന്റെ ഭാര്യയായിട്ട് വന്നാൽ ഈ സ്വത്തിൽ നിന്ന് വലിയൊരു പങ്ക് കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ? ഞാനൊരു കാര്യം പറയാം, ഞാനിത് നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, വീണ്ടും പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. നീ അങ്ങനെ സ്വപ്നം പോലും കാണാൻ നിൽക്കണ്ട. എന്റെ അനിയൻ അർജുൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവൻ അവളെ വിവാഹം കഴിക്കൂ. അത് മയൂരിയാണെങ്കിലും ശരി, വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ശരി. ഒരു പക്ഷേ അവൻ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. പ്ലീസ്, ഇനി നീ ഒരു തവണ കൂടി ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിന്റെ അനിയത്തി അർജുന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഏത് നേരത്താണാവോ ഇയാളെ ഞാൻ കെട്ടിയത്? ബുദ്ധി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല. സ്വത്തില്ലാതെ ജീവിക്കാൻ പറ്റൂ, അതും ഈ കാലഘട്ടത്തിൽ? ഇല്ല, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്ത് മയൂരി ഈ വീട്ടിലെ മരുമകളാകുന്നത് തടഞ്ഞേ പറ്റൂ. അർജുൻ എന്റെ അനിയത്തെ കല്യാണം കഴിച്ചില്ലെങ്കിലും സാരമില്ല, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന വാക്ക് കേൾക്കുന്ന പെണ്ണിനെ ആയിരിക്കണം അവൻ കെട്ടേണ്ടത്. അമ്മയും അച്ഛനെയും വധിച്ചവരിൽ ഒരാളെ ഞാനിന്ന് കാണാനിടയായി. പക്ഷേ അവൻ എന്റെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ അവനെ ഒരിക്കലും വെറുതെ വിടില്ല. ഇത്രയും നാൾ ഞാൻ എന്റെ ശത്രുവിനെ അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് കണ്ടെത്തിയ എന്റെ ആ ശത്രുവിനെ ഞാൻ വെറുതെ വിടില്ല, കൊല്ലാതെ വിടില്ല. ഞാൻ നിങ്ങളെ കൊന്നവരെയെല്ലാം കണ്ടുപിടിച്ച് ഓരോരുത്തരായി ഞാൻ വധിച്ചിരിക്കും. എന്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കും. നാഗമാണിക്യം തിരിച്ചെടുത്ത് അതുപയോഗിച്ച് അമ്മയ്ക്ക് വീണ്ടും ഞാൻ മറുജന്മം തന്നിരിക്കും. അനന്യ, അനന്യ, നീ എന്താ ചെയ്യുന്നേ? മോള് കരയാണോ? എന്താ മോളെ, എന്തു പറ്റി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്താ പറയേണ്ടത്? എന്റെ അമ്മ ജീവനില്ലാതിരിക്കുന്നത് കണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്നും എന്റെ ശത്രുവിനെ കണ്ണുനീർ കിട്ടിയിട്ടും അവനെ കൊല്ലാൻ പറ്റാത്ത വിഷമത്തിലാണെന്നും ഞാൻ എങ്ങനെ ഇവരോട് പറയും? എന്റെ വേദനയ്ക്കും നിങ്ങളുടെ വേദനയ്ക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മനുഷ്യർക്ക് മനസ്സിലാവില്ല. അനന്യ,
നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചത്. ഓ അങ്ങനെയോ? എന്നാ ശരി പോട്ടെ. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ വെച്ച് നാരായണ പൂജ നടക്കാൻ പോവാണ്. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ഇല്ല, ഞാൻ വരുന്നില്ല. വൈകിട്ട് എനിക്ക് മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് അവിടെ പോയേ മതിയാകൂ. എവിടേക്കാ പോകുന്നത്? മോൾക്ക് എന്ത് കാര്യമുള്ളത്? അതെനിക്ക് പറയാനാകില്ല. അനന്യ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ആ സ്ഥലത്തേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ പോവേണ്ടത്? അമ്മ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. ഞാൻ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും എന്നോട് ചോദിക്കില്ലെന്ന്. എന്നിട്ടിപ്പോ എന്നോട് ഓരോന്നിങ്ങനെ ചോദിക്കുകയാണോ? അമ്മ ഇങ്ങനെ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അമ്മയെയും ഈ വീടിനെയും ഉപേക്ഷിച്ച് പോവേണ്ടി വരും. അയ്യോ അനന്യ, മോൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ. നിന്നെ വിട്ട് പിരിയുന്നത് ആലോചിക്കാൻ കൂടി വയ്യ. ഇത് അവസാനത്തെയാ. ഇനി മുതൽ നീ എങ്ങോട്ടാ പോകുന്നേ, എവിടേക്കാ പോകുന്നതെന്ന് ഒരിക്കലും ഞാൻ ചോദിക്കില്ല. പക്ഷേ നീ ഈ വീട് വിട്ട് പോകുമെന്ന് മാത്രം പറയരുത്. ശരി, എന്നാ ഒരു കാര്യം കൂടി. ഒരമ്മ പറയുന്നെന്ന് വിചാരിച്ചാ മതി. വീട് വിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ എത്രയും പെട്ടെന്ന് തിരികെ വരാൻ നോക്കണം. നീ പെട്ടെന്ന് വീട്ടിൽ തിരികെ വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എനിക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് എന്നെ ഓർത്ത് അമ്മ ഒരിക്കലും വിഷമിക്കരുത്. അമ്മയെ വിഷമിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. അമ്മ എന്നോട് ഈ കാണിക്കുന്ന സ്നേഹവും എന്നെ സംരക്ഷിക്കുന്ന വിധവും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ഇനി പോയാലും വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരും. എനിക്ക് തീർക്കാൻ ചില കടമകൾ ഇവിടെ ബാക്കിയുണ്ട്. എനിക്കത് ചെയ്തേ മതിയാകൂ. അമ്മ എന്നെ തടയരുത്. നീ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒരമ്മയുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? ശ്രദ്ധിച്ച്. മോൾ എത്രത്തോളം ശ്രദ്ധയോടെ ഇരിക്കുന്നോ അത്രത്തോളം നല്ലത്. എനിക്കാണേൽ മോള് മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഈ ഫോട്ടോ ഒന്ന് എൻലാർജ് ചെയ്ത് പ്രിന്റ് എടുത്ത് തരാമോ? ഇതെന്താ സർ, പെൺകുട്ടിയുടെ മുഖം കാണുന്നില്ലല്ലോ. ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് വെറും വേസ്റ്റ് അല്ലേ? ചേട്ടാ, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാണോ? ആ, കഴിഞ്ഞതാണല്ലോ. ലവ് മാരേജ് ആയിരുന്നോ അതോ അറേഞ്ച്ഡ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജാ. അച്ഛനും അമ്മയും കണ്ടെത്തിയ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് ഞാൻ കല്യാണം കഴിച്ചു. അതുകൊണ്ടാ ഈ ഫോട്ടോയുടെ മതിപ്പ് ചേട്ടന് മനസ്സിലാവാത്തത്. ചേട്ടന്റെ ഭാര്യ ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിക്കാറുണ്ടോ? ഓ, എത്ര വേണമെങ്കിലും ഫോട്ടോ എടുത്തോന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്തോണ്ടേയിരിക്കും. അതുകൊണ്ടാ ചേട്ടന് എന്നെ പോലുള്ള ആൾക്കാരുടെ വിഷമം മനസ്സിലാവാത്തത്. ഈ പെമ്പിളാരെ ഒതുക്കാനുണ്ടല്ലോ വലിയ പാടാ ചേട്ടാ. പ്രത്യേകിച്ചും വൺ സൈഡ് ലവ് ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നോ ചേട്ടാ. എന്റെ ലവറിന്റെ ഫോട്ടോ എടുക്കാൻ പോയതാ ഞാൻ. എന്നെ കണ്ടതും അവള് മുഖം മറച്ചു കളഞ്ഞു. എന്ത് ചെയ്യാനാ, കിട്ടിയതും കൊണ്ട് ഞാനിങ്ങ് പോന്നു. തൽക്കാലത്തേക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചേട്ടൻ ഈ ഫോട്ടോ ഒന്ന് എൻലാർജ് ചെയ്ത് പ്രിന്റ് എടുത്ത് തന്നാൽ മാത്രം മതി. അതിന് കഴിയില്ല സർ. മുഖം കാണാൻ പറ്റാത്ത ഫോട്ടോ പ്രിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ചേട്ടാ, അവളുടെ മുഖം ഫോട്ടോയിൽ തെളിയുന്നതിൽ കാര്യമില്ല. ഇവിടെയാ പതിയേണ്ടത്. ഒരുപക്ഷെ ചേട്ടൻ പ്രിന്റ് ചെയ്തിരുന്ന ഫോട്ടോ വെള്ളത്തിൽ വീണ് നാശമായേക്കാം. എന്നാ ഇവിടെ പതിഞ്ഞ ഫോട്ടോ എന്റെ മരണം വരെ കൂടെ ഉണ്ടാവും. ചേട്ടനത് വേഗം പ്രിന്റ് ചെയ്താ. ഇവിടെ പതിഞ്ഞ ഫോട്ടോ ഞാൻ എന്റെ കണ്ണിലെ ലെൻസ് കൊണ്ട് ഫിക്സ് ചെയ്തോളാം. ശരി സർ, ചെയ്തു തരാം.